Good morning all. In the last class, we studied about drilling machine and grinding machine. ഇന്ന് CNC മെഷീൻസും അതുപോലെ തന്നെ ചില മോഡേൺ ടെക്നിക്സും മാനുഫാക്ചറിങ്ങിലെ ചില മോഡേൺ ടെക്നിക്സുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. CNC മെഷീൻ നിങ്ങൾ കേട്ട് കാണും, കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻസ്. സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻസ് മാനുവലി ഓപ്പറേറ്റഡ് ആണെങ്കിൽ, മെഷീൻസ് ഒന്നും കമ്പ്യൂട്ടറൊന്നും കണക്ട് ചെയ്യാതെ മാനുവലി ഓപ്പറേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത് കുറേ സമയമെടുക്കും ഓരോ പ്രൊഡക്റ്റും അതിൽ നിന്ന് കിട്ടാൻ. മാത്രമല്ല കോംപ്ലിക്കേറ്റഡ് കമ്പണൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പ്രയാസമാണ്. ഏറ്റവും നല്ല ആക്യുറസിയിൽ അതിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടില്ല. ടൈം ഒരുപാട് കൺസ്യൂം ചെയ്യും. So we can say production of complicated components in large quantities with a high accuracy requires the transfer of instructions from man to the machine. ആളുകൾ വർക്ക് ചെയ്യുന്നതിന് പകരം മെഷീനിലേക്ക് ഇൻസ്ട്രക്ഷൻസ് ഡയറക്റ്റ് കൊടുക്കുന്ന, ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റം വേണം. ആൻഡ് ദി കൺട്രോൾ സിസ്റ്റം യൂസ്ഡ് വിത്ത് സച്ച് മെഷീൻസ് റിക്വയേഴ്സ് ഇൻസ്ട്രക്ഷൻ ടു ബി എൻകോഡഡ് ഇൻ സ്യൂട്ടബിൾ ലാംഗ്വേജ്. ആ മെഷീനിന് മനസ്സിലാകുന്ന രൂപത്തിലൊരു ലാംഗ്വേജിൽ നമ്മളതിനേക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പറ്റണം. ഒരു മെഷീനിന് എന്തൊക്കെയാണ് മെഷീൻ ചെയ്യേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ആ മെഷീനിന് റീഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ മെഷീനിലേക്ക് കൊടുക്കാൻ കഴിയണം. സാധാരണഗതിയിൽ അതിന് ഉപയോഗിക്കുന്ന ലാംഗ്വേജിൽ ലെറ്റേഴ്സ്, നമ്പേഴ്സ്, സിമ്പിൾസൊക്കെയാണ് ഉണ്ടാവുക. അങ്ങനെ ഒരു പ്രത്യേക പ്രോഗ്രാം ചെയ്തിട്ട് ഒരു മെഷീനെ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിനെ സാധാരണ NC മെഷീൻ എന്നാണ് പറയുക, ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻ. അത് ന്യൂമറിക്കൽ ഡാറ്റയുടെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് അർത്ഥം. അപ്പോൾ മെഷീൻ ടൂളിനെ ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ സേ ന്യൂമറിക്കൽ കൺട്രോൾ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ഫോം ഓഫ് പ്രോഗ്രാമബിൾ ഓട്ടോമേഷൻ in which the process is controlled by numbers, letters and symbols. ഈ നമ്പേഴ്സും ലെറ്റേഴ്സും സിമ്പിൾസും ഒക്കെ ഒന്നിച്ച് ചേർത്ത് കൊണ്ട് നമുക്കൊരു പ്രോഗ്രാം ഉണ്ടാക്കാം. അതിനെ നമുക്ക് NC പ്രോഗ്രാം എന്ന് വിളിക്കാം. സോ ഇറ്റ് ഈസ് ബേസിക്കലി എ കൺവെൻഷണൽ മെഷീൻ ടൂൾ ഇറ്റ് സെൽഫ്, ബട്ട് ദി ഓപ്പറേറ്റർ ഈസ് റീപ്ലേസ്ഡ് ബൈ NC പ്രോഗ്രാം എന്ന് പറയാം. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻ തന്നെയാണ്, പക്ഷേ അതിൽ ഓപ്പറേറ്റർ മനുഷ്യന് പകരം NC പ്രോഗ്രാമാണ് അതിൻ്റെ ഓപ്പറേറ്റർ. NC പ്രോഗ്രാം അനുസരിച്ചാണ്, NC പ്രോഗ്രാമാണ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. എന്തൊക്കെ മെഷീൻ ചെയ്യണം എന്ന ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് NC പ്രോഗ്രാമാണ്. അപ്പോൾ ഈ ഓരോ NC പ്രോഗ്രാമിനും ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ കൺട്രോൾസ് ആവശ്യം വരും, കൺട്രോൾ യൂണിറ്റുകൾ ആവശ്യം വരും. എന്നാൽ ഇങ്ങനെ കുറേ കൺട്രോൾ യൂണിറ്റ്സുകൾ ഉപയോഗിക്കുന്നതിന് പകരം എല്ലാ കൺട്രോളുകളും കൂടെ ചേർത്ത് കൊണ്ട് ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കാം നമുക്ക് വേണമെങ്കിൽ. So it is possible to use computers instead of controller units in the numerical control machine. അങ്ങനെ നമ്മൾ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ CNC മെഷീൻ എന്ന് പറയാം. ബിക്കോസ് കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻ എന്നാവും അതിൻ്റെ പേരപ്പോൾ. അപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രോഗ്രാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്തോളും. സോ വി ക്യാൻ സേ CNC is an NC system itself in which a dedicated computer is used to perform the functions. ഇനി എന്തൊക്കെയാണ് കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻസിൻ്റെ അഡ്വാൻറ്റേജുകൾ വരിക? എന്തൊക്കെയാണ് അതിൻ്റെ ഗുണം? നമുക്കറിയാം, സമയം ഒരുപാട് ലാഭിക്കാൻ പറ്റും. റിഡക്ഷൻ ഇൻ ദി ടൈം റിക്വയർഡ്. വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് പ്രൊഡക്ട്സ് കിട്ടുന്ന അർത്ഥം. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളത് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. റിഡക്ഷൻ ഇൻ ദി ടൈം റിക്വയർഡ് ടു ഗെറ്റ് ദി ഔട്ട്പുട്ട്. മറ്റൊന്ന് ആക്യുറസിയാണ്. വി വിൽ ഗെറ്റ് ദി റിക്വയർഡ് ആക്യുറസി. ആൾസോ കൺസിസ്റ്റൻസി ഇൻ ദ ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ്. കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അത് നിലനിൽക്കുന്നതായിരിക്കും. ഒരെണ്ണത്തിന് ക്വാളിറ്റി ഉണ്ട്, അടുത്തെണ്ണത്തിന് ക്വാളിറ്റി ഇല്ല, അങ്ങനെ ആയിരിക്കില്ല. മാനുവലി ആകുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ CNC മെഷീൻ വഴി കിട്ടുന്നതിന് എല്ലാറ്റിനും ഒരേപോലെയുള്ള ക്വാളിറ്റി ഉണ്ടാവും. ബിക്കോസ് ഹ്യൂമൻ എറർ ഈസ് എലിമിനേറ്റിംഗ്. മാത്രമല്ല ഡിസൈൻ
കമ്പോണൻസ് ഒക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള ചേഞ്ചുകൾ നമുക്ക് പെട്ടെന്ന് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് എന്തെങ്കിലും ഒരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ഇതുവരെ നമ്മൾ 6 സെൻറ്റിമീറ്ററുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അടുത്തത് ഒരു 7 സെൻറ്റിമീറ്ററുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ആ പ്രോഗ്രാമിൽ അത് 6 മാറ്റി 7 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. വളരെ പെട്ടെന്നുണ്ട്, കൂടുതൽ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അതിനനുസരിച്ച് മാറും. സോ കമ്പോണൻസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ചേഞ്ചുകൾ വളരെ പെട്ടെന്ന് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല CNC മെഷീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളെല്ലാം ഒരേപോലെയുള്ള പ്രൊഡക്റ്റുകളായതുകൊണ്ട് ഇൻസ്പെക്ഷൻ വളരെ ഈസി ആയിരിക്കും. ആൻഡ് അനദർ അഡ്വാൻറ്റേജ് ഈസ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഒക്കെ റിവൈസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. സോഫ്റ്റ്വെയർ എന്തെങ്കിലും മാറ്റങ്ങൾ സോഫ്റ്റ്വെയറിൽ വരുത്തണമെങ്കിൽ ആ സോഫ്റ്റ്വെയർ റിവൈസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ന്യൂലി ഡെവലപ്ഡ് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യാം, പുതിയ സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി എക്യുപ്മെൻറ്റ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ CNC മെഷീനിൽ വളരെ ഈസിയാണ്. ഇനി എന്താണ് ഡിസഡ്വാൻറ്റേജ്? ഡിസഡ്വാൻറ്റേജ് എന്നുള്ളത് സ്പെഷ്യൽ സ്കിൽ ഇൻ പ്രോഗ്രാം വേണ്ടി വരും. പ്രോഗ്രാമിൽ സ്പെഷ്യൽ സ്കിൽ ഉള്ള ആളുകൾ വേണം. അതുപോലെ തന്നെ മെയിൻ്റനൻസിന് സ്പെഷ്യൽ നോളജുള്ള ആളുകൾ വേണ്ടി വരും. ഇനീഷ്യൽ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. നൗ നെക്സ്റ്റ് വി വിൽ മൂവ് ടു CAD CAM. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് CAD CAM? CAD എന്താണ്? CAD എന്നുള്ളതിൻ്റെ ഫുൾ ഫോം കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ എന്നാണ്. CAD. CAM എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ്. സോ ഡിസൈനിലും മാനുഫാക്ചറിങ്ങിലും നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് CAD CAM. CAD എന്ന് പറയുമ്പോൾ യൂസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റംസ്, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും കമ്പ്യൂട്ടർ സിസ്റ്റവും അടങ്ങുന്നതാണ് CAD. അത് സാധാരണഗതിയിൽ ക്രിയേഷനും മോഡിഫിക്കേഷനും അനാലിസിസിനും, അതായത് ഡിസൈൻ പാർട്ടിലാണ് ഇത് ഉപയോഗിക്കുക. ദെൻ CADൻ്റെ ഹാർഡ്വെയർസ് എന്ന് പറയുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതായത് CPU, ഡിസ്പ്ലേ ടെർമിനൽ അതായത് മോണിറ്റർ, ദെൻ കീബോർഡ്. ഇതൊക്കെയാണ് അതിൻ്റെ CADൻ്റെ ഹാർഡ്വെയർസ്. CADൻ്റെ സോഫ്റ്റ്വെയർസ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആണല്ലോ CAD സോഫ്റ്റ്വെയർസ് ആയിട്ട് വരിക. AutoCAD LT, സോളിഡ് വർക്ക്സ്, മാറ്റ്ലാബ്, കാഷിയ എക്സെട്ര. ഇതൊക്കെ CADൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ്. നൗ CAM എന്ന് പറയുമ്പോൾ നമുക്കറിയാം കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ് ആണത്, ഡിസൈനിങ് അല്ല. ഇത് മാനുഫാക്ചറിങ് പാർട്ടാണ്. So use of computer systems to plan, manage and control the operations of a manufacturing process. CAM softwares are used for greater accuracy, higher speed of manufacturing, greater consistency and efficiency extra. സാധാരണഗതിയിൽ CAMന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ Siemens NX, ടോപ്പ് സോളിഡ്, പവർമിൽ, സോൾട്ട് CAM എക്സ്ട്രാ. ഇതൊക്കെയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ. ഇനി നെക്സ്റ്റ് വൺ ഈസ് റാപ്പിഡ് മാനുഫാക്ചറിങ്. റാപ്പിഡ് മാനുഫാക്ചറിങ് എന്നുള്ളത് ഇറ്റ് ഈസ് എ യൂസ് ഓഫ് സോഫ്റ്റ്വെയർ ഓട്ടോമേഷൻ ആൻഡ് റിലേറ്റഡ് മാനുഫാക്ചറിങ് എക്യുപ്മെൻറ്റ് ടു റാപ്പിഡ്ലി ആക്സലറേറ്റ് ദ മാനുഫാക്ചറിങ് പ്രോസസ്സ്. മാനുഫാക്ചറിങ് പ്രോസസ്സ് ആക്സലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റാപ്പിഡ്ലി ആക്സലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ്, മാനുഫാക്ചറിങ് എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്വെയർ ഓട്ടോമേഷനാണ് നമ്മൾ റാപ്പിഡ് മാനുഫാക്ചറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ ഓട്ടോമേഷൻ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന്, വളരെ പെട്ടെന്ന് മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ സ്പീഡ് കൂട്ടുക. So it is a technique for manufacturing solid objects by the sequential delivery of material to specified points to produce that object. ഏതെങ്കിലും ഒരു മെറ്റീരിയൽ, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സീക്വൻഷ്യൽ ഡെലിവറി ഓഫ് മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്യാം. ഏത് പോയിന്റിലേക്കാണ് ഓരോ എക്യുപ്മെൻറ്റും എത്തേണ്ടത് ആ രൂപത്തിൽ അതിനെ എത്തിക്കുക, എന്നിട്ട് വളരെ പെട്ടെന്ന് അതിൻ്റെ മാനുഫാക്ചറിങ് നടത്തുക. ഈ കാറെല്ലാം ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രികളിൽ കാറ് എല്ലാം ഉണ്ടാക്കുന്നത് നിങ്ങൾ ഓൺലൈനിൽ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഓരോരോ പാർട്സും എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ പാർട്സ് കൊണ്ടുപോയി അസംബിൾ ചെയ്യുന്നത്, അതിനെങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നതെന്നൊക്കെ റാപ്പിഡ് മാനുഫാക്ചറിങ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജുകളെന്ന് പറയുന്നത്
ദിസ് ഡോണ്ട് റിക്വയർ എ പ്രോഡക്റ്റ് സ്പെസിഫിക് ടൂൾ. ഏതെങ്കിലും ഒരു പ്രത്യേക പ്രോഡക്റ്റ് സ്പെസിഫിക് ടൂൾ ആവശ്യമില്ല. എനി പാർട്ട് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് ആൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എ പ്രൊഡക്ഷൻ ടൂൾ. And this technology has the virtual unlimited freedom of form that can be manufactured. The product design doesn't have to meet conventional production requirements. It is possible to make multi-grade materials. എല്ലാം സിമ്പിൾ കാര്യങ്ങളാണ് പറഞ്ഞത്. അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ് റാപ്പിഡ് മാനുഫാക്ചറിങ്ങിൻ്റെ. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഹൈ കോസ്റ്റ് ഓഫ് മോസ്റ്റ് ഓഫ് ദി മെറ്റീരിയൽസ്. പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. The properties of the parts produced by the rapid manufacturing process are not currently competitive with the parts produced by conventional manufacturing process. അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അതായത് ഈ റാപ്പിഡ് മാനുഫാക്ചറിങ് വഴി പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടുന്ന പ്രൊഡക്ട്സുകൾ ഇപ്പോൾ ഈ ഒരു നിലവിലെ സാഹചര്യത്തിൽ കൺവെൻഷണൽ മാനുഫാക്ചറിങ് വഴി കിട്ടുന്നതിൻ്റെ അത്ര ക്വാളിറ്റി ഉള്ളതല്ല. അപ്പോൾ അതൊരു എന്താ പറയുക, ഒരു നെഗറ്റീവാണ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ആണ്. അതിന് പ്രോപ്പർട്ടി അത്രത്തോളം നന്നാവില്ല എന്നർത്ഥം. And when the production volume are high, the removal of support material becomes an important issue. ചെറിയ രൂപത്തിലുള്ള പ്രൊഡക്ഷനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, സപ്പോർട്ട് മെറ്റീരിയൽസ് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ അതേ സമയത്ത് ലാർജ് വോളിയം പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സപ്പോർട്ട് മെറ്റീരിയൽസിൻ്റെ റിമൂവൽ അതൊരു വലിയ ഇഷ്യൂ ആണ്. അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണെന്ന് അർത്ഥം. Now next one is additive manufacturing. Additive manufacturing എന്ന് പറയുന്നത് actually it is the industrial production name for 3D printing. You know very well what is 3D printing. നമ്മുടെ കോളേജിൽ തന്നെ ഉണ്ടല്ലോ 3D printing, പരിചയപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ. So 3D printing is a computer controlled process that creates 3-dimensional objects by depositing materials. അതിൻ്റെ വർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 3D printing എങ്ങനെയാണെന്നുള്ളത് കണ്ടു കാണും നിങ്ങൾ. സാധാരണഗതിയിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ ഒരു ചിത്രം പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പേപ്പറിലേക്ക് പ്രിൻ്റ് ചെയ്തിട്ട് വരിക ചെയ്യുക. പക്ഷേ 3D പ്രിൻറ്റിങ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ കമ്പ്യൂട്ടറിൽ എന്താണോ ക്രിയേറ്റ് ചെയ്തത്, ഡിസൈൻ ചെയ്തത്, അതിൻ്റെ സോളിഡ് രൂപമാണ് പുറത്തേക്ക് വരിക. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഒരു ക്യൂബാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സോളിഡായിട്ട് എന്തെങ്കിലും ഒരു റെക്റ്റാങ്കുലർ പ്രിസം ആണെന്നുണ്ടെങ്കിൽ, പിന്നീട് പ്രിൻ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്നത് സോളിഡായിട്ടുള്ളൊരു കഷ്ണമാണ്, റെക്റ്റാങ്കുലർ പീസ്. നമ്മൾ കൊടുത്ത ഡയമെൻഷനിലുള്ളൊരു കാര്യമാണ് പുറത്തേക്ക് വരുന്നത്. അതല്ലാതെ ഒരു പേപ്പറിലൊരു ചിത്രമായിട്ടല്ല വരുന്നത്, യഥാർത്ഥ ഒബ്ജക്റ്റാണ് പുറത്തേക്ക് വരുന്നത്. ഇതാണ് 3D പ്രിൻറ്റിങ്. അത് ചെയ്യുന്നത് ഏത് മെറ്റീരിയലാണോ നമ്മൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, ആ മെറ്റീരിയൽ ഓൾറെഡി നമ്മളെ കയ്യിലുണ്ടാവും, അത് അതിനകത്ത് ഫീഡ് ചെയ്യും. ഈ മെറ്റീരിയൽ ഇങ്ങനെ ഓരോ ലെയറായിട്ട് ഒന്നിൻ്റെ മേലെ ഇങ്ങനെ കൊടുക്കുക ചെയ്യുക. ഒത്തിരി സമയമെടുക്കും. ആദ്യം ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യും, പിന്നെ അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ലെയർ ബൈ ലെയറായിട്ട് അങ്ങനെ ആഡ് ചെയ്യുക. മെറ്റീരിയൽ ഇങ്ങനെ ആഡ് ചെയ്തിട്ടാണ് ഈ 3D ഒബ്ജക്റ്റ് ഉണ്ടാക്കുക. സോ മെറ്റീരിയൽ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് അഡിറ്റീവ് മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത്. സോ 3D printing is a computer controlled process that creates 3-dimensional objects by depositing materials, usually in layers. That is creation of physical object from a digital design എന്ന് പറയാൻ പറ്റും. നമുക്കൊരു ഫിസിക്കൽ ഒബ്ജക്റ്റിനെ തന്നെ പുറത്തേക്ക് കിട്ടുകയാണ്, അല്ലാണ്ട് ഒരു ചിത്രമല്ല കിട്ടുന്നത്. സാധാരണ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ചിത്രമായിരിക്കും പുറത്തേക്ക് കിട്ടുക. പക്ഷേ അഡിറ്റീവ് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ 3D പ്രിൻറ്റിങ് വഴി ഒരു ചിത്രമല്ല കിട്ടുക, നമുക്ക് ആ ഒബ്ജക്റ്റിനെ തന്നെയാണ് പുറത്തേക്ക് കിട്ടുന്നത് പ്രിൻ്റ് വഴി. സോ ദിസ് ടെക്നോളജി ഈസ് യൂസ്ഡ് ഇൻ എയറോസ്പേസ്, ഓട്ടോമോട്ടീവ്, മെഡിക്കൽ എക്സെട്ര. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽസ്, ബയോകെമിക്കൽ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ട്, സെറാമിക്സ് ഉപയോഗിക്കുന്നുണ്ട്, മെറ്റൽസ് ഉപയോഗിക്കുന്നുണ്ട്, തെർമോപ്ലാസ്റ്റിക്സ് ഒക്കെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയാണ് ഈ 6th മോഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് എന്താണ് CNC മെഷീൻ, CNC മെഷീൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് CNC മെഷീൻ വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്. പിന്നീട് നമ്മൾ പറഞ്ഞത് CAD CAMനെ കുറിച്ചാണ്. പിന്നീട് റാപ്പിഡ് മാനുഫാക്ചറിങ് എന്താണെന്ന് പറഞ്ഞു. അതിനുശേഷം അഡിറ്റീവ് മാനുഫാക്ചറിങ് എന്താണെന്നും പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വെൽ. താങ്ക് യു വെരി മച്ച്.